രക്ഷാപ്രവർത്തന കേസിൽ തന്റെ ഭാഗം വിശദീകരിക്കാൻ കുറച്ചുകൂടി സമയം ആവശ്യമാണെന്ന ADGP MR അജിത് കുമാറിന്റെ ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് DGP. ഇനി ഒരു മിനിറ്റ് പോലും നൽകില്ലെന്നറിയിച്ച DGP റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൈമാറി. ഇനി റിപ്പോർട്ട് മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിയാൽ അജിത് കുമാറിന്റെ കാര്യത്തിൽ ഏകദേശ തീരുമാനമാകുമെന്ന് ഉറപ്പാണ്. വകുപ്പുതല നടപടി ഉറപ്പ്. അത് ഏത് രീതിയിലായിരിക്കുമെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. സസ്പെൻഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ എന്ന ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ സാധിക്കും. DGP-ആയി പ്രൊമോഷൻ കിട്ടേണ്ടതായിരുന്നു അജിത് കുമാറിന്. എന്നാൽ മുൻ സർക്കാരിൽ പിണറായി പ്രീണനത്തിനിറങ്ങിയിട്ട് ഒടുവിൽ മുട്ടൻ പണി വാങ്ങി കൂട്ടിയിരിക്കുകയാണ് ADGP അജിത് കുമാർ. നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ കൂടുതൽ വിശദീകരണം നൽകാൻ അധിക സമയം വേണമെന്നാണ് ADGP MR അജിത് കുമാർ ആവശ്യപ്പെട്ടത്. ഇത് സംസ്ഥാന പോലീസ് മേധാവി തള്ളുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് DGP ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി കഴിഞ്ഞു. തനിക്ക് കൂടുതൽ വിവരങ്ങൾ വിശദമായി നൽകാനുണ്ടെന്ന് കാണിച്ച് MR അജിത് കുമാർ സമയം നീട്ടി ചോദിച്ചെങ്കിലും DGP ഇത് നിരസിച്ചു. നടപടികൾ വൈകിപ്പിക്കാനാണ് ADGP-യുടെ നീക്കമെന്നാണ് വിലയിരുത്തുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കെ സംഭവം അന്വേഷിക്കുമ്പോൾ താൻ വയനാട്ടിലായിരുന്നു എന്നാണ് MR അജിത് കുമാർ നേരത്തെ നൽകിയ വിശദീകരണം. റിപ്പോർട്ട് ലഭിച്ച് 3 ആഴ്ചയ്ക്ക് ശേഷമാണ് DGP വിശദീകരണം തേടിയത്. ഇതിൽ തന്നെ 6-ാം ദിവസമാണ് ADGP ആദ്യ വിശദീകരണം നൽകുന്നത്. ഈ മാസം 31-ന് നിലവിലെ DGP റാങ്കിലുള്ള നിതിൻ അഗർവാൾ വിരമിക്കുമ്പോൾ സീനിയോറിറ്റി അനുസരിച്ച് MR അജിത് കുമാറിന് DGP റാങ്ക് ലഭിക്കേണ്ടതാണ്. നടപടിയുണ്ടായാൽ മാത്രമേ DGP സ്ഥാനത്തേക്കുള്ള സ്ഥാനക്കയറ്റം തടയാനാകൂ. അതിനാൽ വേഗത്തിലുള്ള നീക്കത്തിനാണ് ആഭ്യന്തര വകുപ്പ് ശ്രമിക്കുന്നത്. 9 ദിവസം മാത്രം അവശേഷിക്കെ DGP എന്ന പോലീസിലെ ഉന്നത കിരീടമാണ് അജിത് കുമാറിന്റെ തലയിൽ നിന്ന് സർക്കാർ ഊരിവാങ്ങുന്നത്. അജിത് കുമാർ നൽകിയ മറുപടി പരിശോധിച്ച ശേഷം DGP റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറുന്നതോടെ സർക്കാർ നടപടികൾക്ക് തുടക്കമാകും. തുടർന്ന് ആഭ്യന്തര വകുപ്പായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ആഭ്യന്തര വകുപ്പ് എന്നാൽ മന്ത്രി രമേശ് ചെന്നിത്തലയുടേതാണ് അവസാന വാക്ക്. അതായത് അജിത് കുമാറിന്റെ ഭാവി ഇനി രമേശ് ചെന്നിത്തലയിലൂടെ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുമെന്ന് സാരം. നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ പ്രതിഷേധക്കാരെ ക്രൂരമായി മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന കേസിലാണ് ADGP MR അജിത് കുമാറിനെതിരെ ആഭ്യന്തര വകുപ്പ് നടപടിക്കൊരുങ്ങുന്നത്. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം തൽക്കാലം ചാർജ് മെമ്മോ നൽകാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നും പറയേണ്ടി വരും. മെമ്മോ നൽകിയാലും DGP ആകുവാനുള്ള വഴികൾ അടയ്ക്കുവാൻ സർക്കാരിന് സാധിക്കും. DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ തനിക്കെതിരെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആരോപണങ്ങൾ MR അജിത് കുമാർ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ സ്വന്തം ഓഫീസിലെ ജീവനക്കാരുടെ മൊഴികൾ തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ അജിത് കുമാറിന് ഇപ്പോൾ വലിയ തിരിച്ചടിയായിരിക്കുന്നത്. ADGP-യുടെ ഓഫീസിലെ 2 ഗ്രേഡ് SI-മാർ അന്വേഷണ സംഘത്തിന് നൽകിയ നിർണായക മൊഴിയാണ് കേസിൽ അജിത് കുമാറിനെ പൂർണ്ണമായും കുടുക്കിയിരിക്കുന്നത്. മർദ്ദനക്കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി റിപ്പോർട്ട് തിരുത്താൻ ആവശ്യപ്പെട്ടത് അജിത് കുമാറാണെന്ന മൊഴി നൽകിയിരുന്നു ഈ ഉദ്യോഗസ്ഥർ. ഇതോടെയാണ് കേസിൽ പ്രധാന ആരോപണ വിധേയനായി അജിത് കുമാർ മാറിയത്. ഇതോടെ DGP പദവിയിലേക്കുള്ള അജിത് കുമാറിന്റെ യാത്ര കൂടിയാണ് അവസാനിക്കുന്നത്.